ഇത് നമ്മളുടെ കസ്തൂരി മഞ്ഞൾ ഈ ഭാഗത്തുള്ളത് നമ്മൾ പറിച്ചതാണ്. അതിൻ്റെ അപ്പുറത്ത് പറിക്കാൻ കിടക്കുന്നുണ്ട്. അതുപോലെ അവിടെയെല്ലാം പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യക്കാർ നമുക്ക് ഓർഡർ വന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ വിളവെടുത്ത് പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ കൊറിയറായിട്ടോ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ നട്ടയിൽ ശരിക്കും ഒരു ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു തണൽ കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഓവർ വെയിലടിച്ച് കഴിഞ്ഞാൽ അത് പൊള്ളിപ്പോവാനും മറ്റും ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ തന്നെ ഇലകൾ ഉണങ്ങി കിടക്കുന്ന കണ്ട. അപ്പോൾ കുറച്ചൊക്കെ പുല്ലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പറിക്കുന്നതിനനുസരിച്ച് ആ പുല്ലും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് കസ്തൂരി മഞ്ഞൾ നമുക്ക് ഈ സമയത്ത് നടാമോ എന്നുള്ളത്. ഈ സമയത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം. പുതയിട്ട് വെച്ച് എന്തെങ്കിലും ഓലയോ കാര്യങ്ങളോ കരിയിലൊക്കെ കൊണ്ട് പുതയിടുക. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നനച്ചു കൊടുക്കുക. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും നടാവുന്നതാണ്. ഇപ്പോൾ മഴയെ ആശ്രയിച്ച് നടുന്നവർ പുതുമഴ പെയ്തതിന് ശേഷമാണ് നടേണ്ടത്. അങ്ങനെ അപ്പോൾ അത് നമ്മുടെ ജലസേചനത്തിനുള്ള സൗകര്യത്തെ അടിസ്ഥാനമാക്കി വേണം അതെപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് കസ്തൂരി മഞ്ഞളെന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ അടുത്ത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും അവൈലബിൾ ആണ് കേട്ടോ.